ഈ ഐഷ പോറ്റി അവിടെ 3 ടേമിൽ MLA ആളാണ്. മണ്ഡലത്തിൽ വലിയ സ്വാധീനമുള്ള ഒരു നേതാവ് കൂടിയാണ് ഐഷ പോറ്റി. ഐഷ പോറ്റിക്ക് കഴിഞ്ഞ തവണ സീറ്റ് ഉണ്ടായിരുന്നില്ല. ഐഷ പോറ്റി 3 തവണ മത്സരിച്ച് ജയിച്ചപ്പോഴും മന്ത്രി ആയില്ല എന്നുള്ളൊരു വലിയൊരു ദുഃഖം അവർക്കുണ്ടായിരുന്നു. കാരണം രശ്മി കഴിഞ്ഞ പ്രാവശ്യം അവിടെ KN ബാലഗോപാലിനെ ഒന്ന് വിറപ്പിച്ച കോൺഗ്രസ്. അതെ. ബിന്ദുകൃഷ്ണ കഴിഞ്ഞ പ്രാവശ്യം നല്ല മത്സരം കാഴ്ചവെച്ചിരുന്നു. വൻ ഭൂരിപക്ഷത്തിനെല്ലാം മുകേഷ് ജയിച്ചെന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. ഇവർക്ക് അതായത് ലതിക സുഭാഷിനും ബിന്ദുകൃഷ്ണയ്ക്കും സീറ്റ് കിട്ടാതെ വന്നൊരു സാഹചര്യത്തിൽ ബിന്ദുകൃഷ്ണ നെഞ്ചത്തടിച്ച് കരയുകയും ആൾക്കാരെ കൊണ്ട് കരയിപ്പിക്കുകയും ചെയ്ത ചില രാഷ്ട്രീയ നാടകങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. രാജേഷ് നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ അടുത്ത് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഈ സമയത്ത് നമ്മൾ പ്രധാനമായും മലബാർ ഏരിയ ഒക്കെ നമ്മൾ ഏകദേശം ഒന്ന് ചർച്ച കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള പ്രധാനപ്പെട്ട 2 നിയോജക മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് പ്രധാന മത്സരം നടക്കുന്ന 2 പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ്. ഒന്ന് കൊട്ടാരക്കര ശ്രദ്ധേയമാകുന്നത് ഐഷ പോറ്റിയും അതോടൊപ്പം തന്നെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള KN ബാലഗോപാൽ തമ്മിലുള്ള മത്സരമാണ് കൊട്ടാരക്കരയിൽ നടക്കുന്നത്. കൊല്ലത്ത് ബിന്ദുകൃഷ്ണയും ജയദേവനും തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത്. അപ്പോൾ ബിന്ദുകൃഷ്ണയെ സംബന്ധിച്ചിട്ട് നാളിതുവരെ മത്സരിച്ച് ഒരു തെരഞ്ഞെടുപ്പിലും വിജയിച്ചിട്ടില്ല എന്നുള്ള ഒരു ഹിസ്റ്ററി കൂടി ബിന്ദുകൃഷ്ണയ്ക്കുണ്ട്. അത് ഈ പ്രാവശ്യം തിരുത്തി കുറിക്കപ്പെടുമോ എന്നൊക്കെയുള്ള വലിയ ആകാംക്ഷയിലാണ് കേരള രാഷ്ട്രീയമുള്ളത്. എങ്ങനെ നോക്കിക്കാണുന്നത് 2 നിയോജക മണ്ഡലങ്ങളെ? നമ്മൾ കൊട്ടാരക്കരയിൽ ചർച്ച ചെയ്യുമ്പോൾ തന്നെ നമ്മൾ UDFന്റെ ഇത്തവണത്തെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് CPMന്റെ മുൻ MLA ഐഷ പോറ്റിയാണ്. സിറ്റിംഗ് MLA ബാലഗോപാലും തമ്മിലുള്ള വാശിയേറിയ മത്സരം നടക്കുന്നൊരു സ്ഥലമാണ് കൊട്ടാരക്കര എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ ഐഷ പോറ്റി അവിടെ 3 ടേമിൽ MLA ആളാണ്. മണ്ഡലത്തിൽ വലിയ സ്വാധീനമുള്ള ഒരു നേതാവ് കൂടിയാണ് ഐഷ പോറ്റി. ഐഷ പോറ്റിക്ക് കഴിഞ്ഞ തവണ സീറ്റ് ഉണ്ടായിരുന്നില്ല. പകരം ബാലഗോപാലിനെ അവിടെ നിർത്തി മത്സരിപ്പിക്കുന്നു. അദ്ദേഹം മന്ത്രിയാവുന്നു. ഐഷ പോറ്റി 3 തവണ മത്സരിച്ച് ജയിച്ചപ്പോഴും മന്ത്രി ആയില്ല എന്നുള്ളൊരു വലിയൊരു ദുഃഖം അവർക്കുണ്ടായിരുന്നു. പിന്നീട് അവരെ പാർട്ടിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും സംവിധാനങ്ങളോ ഒന്നും വേണ്ട രീതിയിൽ ഗൗനിക്കുന്നില്ല എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ് സുധാകരൻ സിൻഡ്രോം ബാധിച്ച ഐഷ പോറ്റി അവിടെ മത്സരത്തിനിറങ്ങുന്നത്. അപ്പം ഐഷ പോറ്റി മത്സരത്തിന് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ അവർ നേരത്തെ കോൺഗ്രസിൽ ചേർന്നിട്ടുകൊണ്ടാണ് മറ്റുള്ള സ്ഥാനാർത്ഥികളെ പോലെയല്ല, നേരത്തെ തന്നെ അവർ കോൺഗ്രസ് അംഗത്വം എടുക്കുകയും അവർ കൈപ്പത്തി ചിഹ്നത്തിലാണ് ഇത്തവണ മത്സരിക്കുന്നത്. നമുക്കറിയാം കൊട്ടാരക്കരൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് ബാലകൃഷ്ണപിള്ള 7 തവണ MLA ആയ സ്ഥലമാണ്. 7 ശരിക്കും പറഞ്ഞാൽ 9 തവണ MLA ആയിട്ടുണ്ട്. അതിൽ ഐഷ പോറ്റി ഒടുവിൽ നടന്ന മത്സരത്തിൽ ഈ ബാലകൃഷ്ണപിള്ളയെ പരാജയപ്പെടുത്തി ആ സീറ്റ് പിടിച്ചെടുക്കുകയായിരുന്നു. കാരണം ഒരിക്കലും LDFന് അനുകൂലമല്ലാതിരുന്ന ഒരു മണ്ഡലം പിന്നീട് ഐഷ പോറ്റിയിലൂടെ തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഐഷ പോറ്റിക്കുണ്ടായ അന്ന് പാർട്ടിയിലുണ്ടായ ഏറ്റവും വലിയ സ്വാധീനവും. അവർ നേരത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അതിന് ശേഷമാണ് ഈ കൊട്ടാരക്കരയിൽ ബാലകൃഷ്ണപിള്ളയെ നേരിടാൻ വേണ്ടി വരുന്നത്. പിന്നെ ബാലകൃഷ്ണപിള്ള തന്നെ പിന്നെ മുന്നണിയുടെ ഭാഗമായി മാറുന്നൊരു ചിത്രം കൂടി നമ്മളവിടെ കണ്ടു. അതിനുശേഷം 3 തവണ ഐഷ പോറ്റിയും 1 തവണ ബാലഗോപാലും എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 20 വർഷക്കാലമായി ഈ LDFന്റെ ആധിപത്യം തുടരുന്ന ഒരു മണ്ഡലം കൂടിയാണ്. പക്ഷേ അതിൻ്റെ ഒരു പാരമ്പര്യമൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം അതിനൊരു ചെറിയ UDF ചായ്വ് കൂടിയുള്ള മണ്ഡലമാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഐഷ പോറ്റിയെ നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാൻ പറ്റില്ല. മത്സരം എന്ന് പറയുന്നത് വലിയ ശക്തിയേറിയ വാശിയേറിയ മത്സരമാണ് അവിടെ നടക്കുന്നത്. കാരണം CPMനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തെ ഒരു മന്ത്രി, വളരെ പ്രധാനപ്പെട്ട ഒരു മന്ത്രിയും CPMന്റെ വളരെ പ്രമുഖനായ നേതാവും കൂടിയായ KN ബാലഗോപാൽ മത്സരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് CPMന് വിജയം അനിവാര്യമാണ്. രണ്ടാമത് CPM നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് UDF ക്യാമ്പിലേക്ക് പോവുകയും പിന്നീട് കോൺഗ്രസ് അംഗത്വം എടുത്ത് അവർ അവിടെ വീണ്ടും സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കൊട്ടാരക്കരയിലെ മത്സരം ഈ സ്റ്റേറ്റിൽ ഏറ്റവും വലിയ മത്സരങ്ങളിൽ ഒന്നാണ് എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ഇരുവർക്കും വിജയം അനിവാര്യമാണ്. ഐഷ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം അവിടെ വിജയിക്കാൻ കഴിഞ്ഞാൽ അത് അവർ നടത്തിയ പോരാട്ടങ്ങളുടെ വിജയം കൂടിയാവും. അതേസമയം അവരവിടെ പരാജയപ്പെടുകയാണെങ്കിൽ അവരുടെ രാഷ്ട്രീയ നിലപാടിന് കൊട്ടാരക്കരയിലെ വോട്ടർമാർ കൊടുക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടി കൂടിയാവും എന്നുള്ള നമ്മൾ കാണുന്നത്. ഐഷ പോറ്റിയെയും അതോടൊപ്പം തന്നെ KN ബാലഗോപാലിനെയും ചർച്ച ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെയുള്ള BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള രശ്മിയെ കൂടി നമുക്ക് ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. കാരണം രശ്മി കഴിഞ്ഞ പ്രാവശ്യം അവിടെ KN ബാലഗോപാലിനെ ഒന്ന് വിറപ്പിച്ച കോൺഗ്രസ്. അത് വളരെ ഈ തെരഞ്ഞെടുപ്പ് ആസന്നമായ സമയത്ത് അവർ അവിടെ വീണ്ടും മത്സരിക്കാൻ അവർക്ക് ടിക്കറ്റ് നൽകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അവർ മത്സരിക്കാൻ വേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിയിരുന്നു. പക്ഷേ ഇതിനിടയിലാണ് ചില രാഷ്ട്രീയ നീക്കങ്ങൾ അവിടെ സ്ഥിതിഗതികളാകെ മാറ്റിമറിച്ചത്. അവർ പിന്നീട് BJPയിലേക്ക് വരികയും BJP അംഗത്വം എടുത്തുകൊണ്ട് അവർ BJP സ്ഥാനാർത്ഥിയായി മാറുകയൊക്കെ ചെയ്യുന്ന ചിത്രം നമ്മളിൽ കണ്ടത്. വേറെ ഒരു രസകരമായ ഒരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ BJPയുടെ അവിടെയുള്ള പ്രാദേശിക നേതൃത്വം വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐഷ പോറ്റി കോൺഗ്രസിൽ ചേരുന്നതിന് മുമ്പ് ചർച്ച നടത്തിയത് BJP ആയിട്ടാണ്. പക്ഷേ ഐഷ പോറ്റിയുടെ ചില ഡിമാൻഡുകൾ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് BJP തയ്യാറായില്ല. അതുകൊണ്ടാണ്
അവർ കോൺഗ്രസിലേക്ക് പോയത് എന്നുള്ളൊരു ആരോപണം കൂടി ഉയർന്നു വരുന്നുണ്ടോ? അല്ല, അതെ, അതാ പറഞ്ഞത്, ഏറ്റവും വിചിത്രമായ വലിയ ചുവടുമാറ്റങ്ങളും ചില നിറമാറ്റങ്ങളൊക്കെ നടന്ന ഒരു മണ്ഡലമാണ് ഈ കൊട്ടാരക്കര. അതുകൊണ്ട് തന്നെ കൊട്ടാരക്കരയിലെ ഇത്തവണത്തെ മത്സരത്തിന് വലിയ വീറും വാശിയുണ്ട്. വാശിയേറിയ പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. നമ്മളിനി കൊല്ലത്തേക്ക് വരികയാണെങ്കിൽ, കൊല്ലത്ത് നമുക്കറിയാം ഒരുപാട് പ്രഗത്ഭന്മാരും പ്രമുഖന്മാരൊക്കെ മത്സരിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ കഴിഞ്ഞ 2 തവണ CPM-ന് വലിയ നാണക്കേട് ഉണ്ടാക്കിയ ഒരു മണ്ഡലം കൂടിയാണ്. ആദ്യ തവണയല്ല, 2ാം തവണ. കാരണം ചില ആരോപണങ്ങളൊക്കെ പെട്ട് അവിടുത്തെ സിറ്റിംഗ് MLA ആയിരുന്ന മുകേഷിനെ പിന്നീട് മത്സരരംഗത്തു നിന്നൊക്കെ മാറ്റി നിർത്തുന്ന ചിത്രമൊക്കെ നമ്മൾ കണ്ടു. അപ്പം ഗുരുദാസിനെ പോലെയുള്ള പ്രഗത്ഭന്മാരായ നേതാക്കന്മാർ, CPM-ന്റെ മുതിർന്ന നേതാക്കന്മാരൊക്കെ മത്സരിച്ച് ജയിച്ചൊരു മണ്ഡലം കൂടിയായിരുന്നു. പിന്നീട് നമ്മൾ ഗുരുദാസിനെ 2 ടേമെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ മാറ്റുകയും അദ്ദേഹത്തിന് പിന്നെ സീറ്റ് നൽകാതിരിക്കുകയും പകരം മുകേഷ് എന്ന സിനിമാ താരത്തെ അവിടെ മത്സരിപ്പിക്കുന്ന കാഴ്ചയാണ്. എല്ലാ കാലത്തും CPM-ന് വലിയ സ്വാധീനം ഉണ്ടായിരുന്ന സ്ഥലത്ത് എന്തിനാണ് അന്ന് മുകേഷിനെ കൊണ്ടുവന്നതെന്നുള്ളത് പല രീതിയിൽ പല കോണുകളിൽ നിന്നും ചർച്ച ഉയർന്നിരുന്നു. പ്രത്യേകിച്ചിട്ടും കൊല്ലം മണ്ഡലം പിടിച്ചെടുക്കാൻ വേണ്ടി അങ്ങനെ ഒരു നിഷ്പക്ഷനായ ഒരാളെ ഒന്നും കൊണ്ടുവരേണ്ട, അല്ലെങ്കിൽ അത്ര പൊതുസ്വീകാരനായ ഒരാളിനെ ഒന്നും കൊണ്ടുവരേണ്ട കാര്യമുണ്ടായിരുന്നില്ല എന്നുള്ള ചർച്ച പാർട്ടിയിൽ നിന്ന് ഉയർന്നിരുന്നു. എന്തായാലും പാർട്ടിയുമായി വളരെ അടുത്തു നിന്ന ഒരു മുകേഷ് പിന്നീട് അകന്നു പോകുന്ന കാഴ്ചയ്ക്ക് നമ്മൾ കണ്ടു. ആരോപണങ്ങളുണ്ടായി, അദ്ദേഹത്തെ പാർട്ടി വളരെ മാറ്റി നിർത്തുന്നൊരു അവസ്ഥയുണ്ടായി. ഇത്തവണ മുകേഷ് മത്സരത്തില്ല എന്നുള്ളതും, മുകേഷിനെതിരെ കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥിയായിരുന്ന ഈ മഹിളാ കോൺഗ്രസ് നേതാവും നേരത്തെ കൊല്ലം DCC അധ്യക്ഷയൊക്കെ ആയ ബിന്ദുകൃഷ്ണയാണ് ഇത്തവണ വീണ്ടും മത്സരരംഗത്തുള്ളത്. അപ്പോൾ ബിന്ദുകൃഷ്ണ കഴിഞ്ഞ പ്രാവശ്യം നല്ല മത്സരം കാഴ്ചവെച്ചിരുന്നു. വൻ ഭൂരിപക്ഷത്തിലല്ല മുകേഷ് ജയിച്ചെന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത്തവണത്തെ മത്സരം തീർത്തും അവിടെ 2 സ്ഥാനാർത്ഥികളും നല്ല മത്സരം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ചില അടിപതർച്ചകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടി അവിടെ നമ്മൾ കാണുന്നുണ്ട്. കാരണം ഈ 4 മാസം മുന്നേ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ അവിടെ ഇന്നേ വരെ ഉണ്ടാവാത്ത ഒരു പരാജയം LDF ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ള ഒരു വലിയ സംഭവം കൂടിയുണ്ട്. കാരണം ഇപ്രാവശ്യം അവിടുത്തെ മേയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി മുസ്ലിം വോട്ടുകളിൽ ഒരു ഏകീകരണം ഉണ്ടാക്കാനായിട്ട് പുള്ളിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതെ, അത്തരത്തിലുള്ള പല കാരണങ്ങളും അവിടെ തിരിച്ചടിക്ക് കാരണമുണ്ടായി എന്നുള്ളത് നമ്മൾ കാണണം. അപ്പോൾ ഈ മുകേഷ് വിഷയങ്ങളും അതുപോലെ തന്നെ അവിടെ ഉണ്ടായ മറ്റ് ചില പ്രാദേശിക വിഷയങ്ങളും LDF-ന് ചില തിരിച്ചടികൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് കാണണം. പിന്നെ മാത്രമല്ല, കാലകാലമായിട്ട് നേരത്തെയൊക്കെ RSP വിജയിച്ചിരുന്ന ഒരു മണ്ഡലം കൂടിയാണ്. RSP കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പിന്നീട് 2ആയി പോവുകയൊക്കെ ചെയ്തപ്പോഴാണ് അത് CPM ഏറ്റെടുക്കുകയൊക്കെ ചെയ്തത്. ഇത്തവണ RSP ആ സീറ്റിന് വേണ്ടിയിട്ട് അവസാന ഘട്ടം വരെ വാദിച്ചിരുന്നു. ആ സീറ്റ് ഞങ്ങൾക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അത് അവർക്ക് കിട്ടിയില്ല. എങ്കിൽ പോലും RSP ഇത്തവണ UDF-ന് ആ സീറ്റ് UDF-നായി തിരിച്ചു പിടിക്കുമെന്ന് പ്രഖ്യാപിച്ച ഒരു മണ്ഡലം കൂടിയാണ് കൊല്ലം. അതുകൊണ്ട് തന്നെ കൊല്ലത്തെ മത്സരം ഇത്തവണ നല്ല തീപ്പാർന്ന മത്സരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. RSP സീറ്റ് ആവശ്യപ്പെട്ട ഒരു സാഹചര്യം നിലനിൽക്കെ ഈ RSP-യും കോൺഗ്രസുമായിട്ട് ചെറിയ പ്രശ്നങ്ങളില്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കത്തില്ല. കാരണം എന്താ റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇരവിപുരത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ NK പ്രേമേന്ദ്രൻ്റെ മകൻ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അതിനെ ശക്തമായിട്ട് അസീസ് ഉൾപ്പെടെയുള്ള ആളുകളാണ് അതിനെ ശക്തമായിട്ട് എതിർത്തത്. അപ്പോൾ ഈ RSP-ക്കകത്ത് തന്നെ ചില പടലപ്പിണക്കങ്ങളുണ്ട്. അസീസിനെ മത്സരിക്കാൻ വേണ്ടി ചില താല്പര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇത്ര പ്രായം ഇത്ര ആയിട്ട് ഉണ്ട് എങ്കിൽ തന്നെയും. അപ്പോൾ ഈ കൊല്ലത്ത് ഈ RSP-ക്കകത്തെ അസ്വസ്ഥതകൾ ഏതെങ്കിലും തരത്തിൽ ബിന്ദുകൃഷ്ണയുടെ ഒരു പ്രശ്നമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഇത്തവണ ബിന്ദുകൃഷ്ണ വീണ്ടും പരാജയപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് RSP-യിലുണ്ടാകുന്ന ഈ പ്രശ്നം തന്നെയായിരിക്കും. പക്ഷേ ഏറ്റവും അവസാന ഘട്ടത്തിൽ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കും, ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്നത് അവിടെ RSP-യുടെ സ്ഥാനാർത്ഥി അല്ലാത്തത് കൊണ്ട് തന്നെ ഈ RSP-യിലെ 2 വിഭാഗവും ബിന്ദുകൃഷ്ണയെ തോൽപ്പിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ്. അതുകൊണ്ട് RSP തീർച്ചയായും ഒരുമിച്ച് നിൽക്കുകയും കൃത്യമായി അവിടെ അടിയൊഴുക്കുകളൊന്നും ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഇത്തവണ ബിന്ദുകൃഷ്ണ വിജയിച്ച് കയറാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. ഈ ബിന്ദുകൃഷ്ണ ആത്മഹത്യ ചെയ്യും, തനിക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിൽ എന്നൊക്കെ തരത്തിലുള്ള വാർത്തകൾ കോൺഗ്രസ് പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ പ്രാവശ്യവും ഇവർക്ക്, അതായത് ലതിക സുഭാഷിനും ബിന്ദുകൃഷ്ണയ്ക്കും സീറ്റ് കിട്ടാതെ വന്നൊരു സാഹചര്യത്തിൽ ബിന്ദുകൃഷ്ണ നെഞ്ചത്തടിച്ച് കരയുകയും ആൾക്കാരെ കൊണ്ട് കരയിപ്പിക്കുകയും ചെയ്ത ചില രാഷ്ട്രീയ നാടകങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ലതിക സുഭാഷിന് സീറ്റ് കിട്ടാതെ വരികയും ബിന്ദുകൃഷ്ണയ്ക്ക് സീറ്റ് കിട്ടുകയും ചെയ്തപ്പോഴത്തേക്ക് ബിന്ദുകൃഷ്ണ പറഞ്ഞ പ്രസ്താവന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു പാർട്ടിയല്ലേ, ഈ പാർട്ടിയിൽ എല്ലാവരെയും ഒരുമിച്ച് പരിഗണിക്കാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യം ചോദിച്ച ആളുകൂടിയാണ് ബിന്ദുകൃഷ്ണ. ആ ബിന്ദുകൃഷ്ണയോട് സ്വാഭാവികമായിട്ടും കൊല്ലത്ത് നിയോജക മണ്ഡലത്തിന് അകത്ത് തന്നെയുള്ള, പ്രത്യേകിച്ച് ഇവർ ചാത്തന്നൂരുകാരത്തെയാണ് ബിന്ദുകൃഷ്ണ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബിന്ദുകൃഷ്ണയോട് സ്വാഭാവികമായിട്ടും കോൺഗ്രസിനകത്തു നിന്ന് തന്നെ ചില എതിർപ്പുകൾ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം കൂടിയാണ്. അല്ല, നമുക്ക് ഇപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ മിക്കവാറും
എല്ലാ സീറ്റുകളിലും കോൺഗ്രസിൽ പലതരത്തിലുള്ള പോരാട്ടങ്ങളും സമരങ്ങളും ഭീഷണികളും ഒക്കെ തന്നെയാണല്ലോ സ്ഥാനാർത്ഥിയാവാൻ വേണ്ടി. പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത്തരത്തിൽ പോരാട്ടം നടത്തുകയും ഒക്കെ ചെയ്ത് സീറ്റ് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ വിജയത്തിനായി എല്ലാ ആളുകളും ഒരുമിച്ച് നിൽക്കുക എന്നില്ല. പിന്നെ മാത്രമല്ല ഈ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി പട്ടിക നോക്കുമ്പോൾ സ്ത്രീകൾ വളരെ കുറവാണെന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. ഇപ്പോൾ CPM അല്ലെങ്കിൽ ഇടതുപക്ഷമൊക്കെ അവതരിപ്പിക്കുന്ന അത്രയൊന്നും വനിതാ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിന് പറ്റിയിട്ടില്ല ഇത്തവണ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവർ വനിതകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കും, യുവാക്കൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കും എന്നൊക്കെ പറയുകയും പക്ഷേ ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ് വരുമ്പോഴൊക്കെ എല്ലാം അട്ടിമറിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നൊരു സാഹചര്യമാണ് എല്ലാ കാലത്തും ഉണ്ടാവാറ്. ആ പതിവ് ഇത്തവണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ബിന്ദുകൃഷ്ണയ്ക്ക് വീണ്ടും അവിടെ മത്സരിക്കാൻ അവസരം കൊടുത്തു എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ കോൺഗ്രസ് എടുത്ത ഒരു മികച്ച തീരുമാനമായിട്ടാണ് നമ്മൾ അതിനെ വിലയിരുത്തേണ്ടത്. അതുകൊണ്ട് കൊല്ലം സീറ്റിൽ വലിയ പോരാട്ടമാണ് നടക്കുന്നുണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ ബിന്ദുകൃഷ്ണ വിജയിച്ച് കയറാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.